കണ്ണൂർ CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെതിരെ ഭീഷണിയുമായി ആകാശ് തില്ലങ്കേരി. എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അധിക സമയം വേണ്ടെന്ന് ഭീഷണി. DYFI നേതാവിൻ്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഭീഷണി കമൻറ്റ്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നു. അർജുൻ, എന്തായാലും ഈ മനു തോമസിൻ്റെ വിഷയം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതോടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. കാരണം CPM നേതാവ് P ജയരാജനെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇപ്പോൾ അതിന് മറുപടി വന്നിരിക്കുന്നു. ആകാശ് തില്ലങ്കേരിയാണ് അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. അതിലൊരു ഭീഷണിയുടെ സ്വരമുണ്ടല്ലോ അർജുൻ. തീർച്ചയായും വിനോദ്, ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു കമന്റ്. വിനോദ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കാമോ? തുടരാം. വിനോദ, ഇത്തരത്തിൽ തന്നെ ഭീഷണിയുടെ ഒരു കമന്റ് തന്നെയാണ് ഇത്തരത്തിൽ ഇട്ടിരിക്കുന്നത്. പഴയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെയാണ് ഇത്തരത്തിലൊരു കമന്റ് ഇട്ടത്. ഈ കമന്റ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വരികയും ചെയ്തതോടെ ഈ കമന്റ് നീക്കം ചെയ്യുകയാണ് ആകാശ് തില്ലങ്കേരി ചെയ്തിട്ടുള്ളത്. എന്തിനാൽ തന്നെ ഈ ഗുരുതരമായിട്ടുള്ള ഒരു ഭീഷണി തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തും പറയാമെന്ന് ധരിക്കേണ്ടതില്ല, അത് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് അടക്കമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അതിന്റെ താഴെ പറയുന്നു, മാധ്യമങ്ങളും മറ്റുള്ളവരും കൂടെയുള്ളത് കണ്ടിട്ട് നിൽക്കണ്ട, അവർ എപ്പോഴും കൂടെ ഉണ്ടാകണമെന്നില്ല എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഇത്തരത്തിൽ മനു തോമസ് ഒരു പരാതി നേരത്തെ നൽകുന്നുണ്ടായിരുന്നു. അതായത് MV ഗോവിന്ദന് നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്, ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവർക്കെതിരെ തനിക്ക് പരാതിയുണ്ട്. അത്തരത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ഇവരാണ്, അതായത് സ്വർണ്ണക്കടത്ത് സംഘവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കൂടിയാണ് തനിക്കെതിരെ വലിയ ഗൂഢാലോചന നടത്തിയത് എന്നുള്ളത് നേരത്തെ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് P ജയരാജൻ മനു തോമസിനെതിരെ ഒരു പോസ്റ്റ് ഇടുന്നത്. അതായത് ഇത്തരത്തിൽ കാര്യങ്ങൾ മനു തോമസ് പറയേണ്ട കാര്യമില്ല, മനു തോമസ് കുറെ കാലമായി പാർട്ടിയിൽ ഇല്ലാത്ത ആളാണ്, അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കടത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ എന്ത് അധികാരമാണ് മനു തോമസിനുള്ളത് എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് മനു തോമസ് P ജയരാജനെതിരെ വലിയ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. അതായത് P ജയരാജൻ പാർട്ടിയിൽ ഇത്തരത്തിൽ ഗ്രൂപ്പ് വളർത്തുന്ന ഒരു വ്യക്തിയാണ്, അത്തരത്തിൽ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗുരുതര ആരോപണം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ക്വാറി മാഫിയകൾക്ക് വിട്ടുവീഴ്ച ചെയ്ത വ്യക്തി കൂടിയാണ്. ഇത്തരത്തിൽ ക്വാറി മാഫിയകൾ ഉള്ള സ്ഥലങ്ങളിൽ സ്വന്തമായി തന്നെ ഒരു ഏരിയ സെക്രട്ടറിമാരെ നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ആകാശ് തില്ലങ്കേരി ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിന്റെ താഴെ ഒരു കമന്റ് ഇടുന്നത്. അതായത് മനു തോമസിനെതിരെ ഭീഷണി സ്വരത്തിലുള്ള ഒരു കമന്റ് ഇടുന്നത്. നേരത്തെ തന്നെ മനു തോമസ് ആകാശ് തില്ലങ്കേരിക്കെതിരെ അടക്കം ഷാജറിനെതിരെ അടക്കം വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് ഷാജറും ആകാശ് തില്ലങ്കേരിയും ഒക്കെ ആണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത്. ഇത്തരത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ കാര്യങ്ങൾ, അതായത് അവരാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ആകാശ് തില്ലങ്കേരി ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിനടിയിൽ വന്ന കമന്റ് ഇട്ടിട്ടുള്ളത്. വളരെ വ്യക്തമാണ്. ആകാശ് തില്ലങ്കേരിയാണ് ഭീഷണിയുടെ സ്വരത്തിൽ മനു തോമസിന്റെ പോസ്റ്റിനെതിരെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ CPM നേതാവ് P ജയരാജനെതിരെയായിരുന്നു മനു തോമസിന്റെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനെതിരെയാണ് ഇപ്പോൾ ഭീഷണിയുടെ സ്വരത്തിൽ മറുപടി വന്നിട്ടുള്ളത്.